ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 30 വാക്യം. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഉണ്ടായ അനുഭവമാണ് വചനത്തിൽ നാം ധ്യാനിക്കുന്നത്. ഈശോ വചനം അവരോട് പറഞ്ഞതിന് ശേഷം അപ്പമെടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. സ്നേഹമുള്ളവരെ, ഓരോ പരിശുദ്ധ കുർബാനയിലും ഇതുതന്നെയാണ് നടക്കുന്നത്. വൈദികൻ നമ്മോട് വചനം പങ്കുവച്ചതിന് ശേഷം അപ്പം മുറിക്കുകയും നമ്മൾ അത് ഭക്ഷിക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് എത്ര പേർക്ക് യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്? നിർമ്മലമായ ഹൃദയത്തോടെ, പരിശുദ്ധമായ വിചാരങ്ങളോടെ യേശുവിനെ സ്വീകരിക്കുവാനും അങ്ങനെ യേശുവിനെ തിരിച്ചറിയുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഓരോ പരിശുദ്ധ കുർബാനയും ഒരു അനുഭവമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.